ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡിലാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. പേര് പോലെ തന്നെ ഹാപ്പിയാണ് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം. ലാൻഡ് റൈഡ്സ് ഉണ്ട്, വാട്ടർ റൈഡ്സ് ഉണ്ട്, 10-15 റൈഡ്സ് ഉണ്ട് ഇവിടെ എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. നമുക്ക് വെക്കേഷൻ ടൈമാണ്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികളോടൊപ്പം തന്നെ പേരൻസിനും കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കൂടെ ഒരു ബഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇവിടെ വന്നത്, എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞാലോ. ഹായ്, കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, മലപ്പുറം ഉണ്ട്. ഈ 3 സ്ഥലത്തു നിന്നും ഒരു ഗ്രൂപ്പായിട്ട് എങ്ങനെയാണ് എത്തിയത്? ഫാമിലി മെമ്പേഴ്സ് ആണല്ലേ. ഓക്കെ, അപ്പൊ എത്ര പേരാ തിരുവനന്തപുരത്ത് കൈപൊക്കിയേ? ശരി, ഇനി അടുത്ത കോഴിക്കോട് കൈപൊക്കിയേ? കുറവാണ്. ഇനിയുണ്ടല്ലേ. പിന്നെ എവിടുന്ന? മലപ്പുറത്തുനിന്നാ? മലപ്പുറം കൈപൊക്കിയേ? മലപ്പുറം നീ മാത്രമേ ഉള്ളോ? സത്യം പറ, എങ്ങനെ കയറി വന്ന് ഇങ്ങോട്ടെന്ന് പറ. മലപ്പുറത്തുനിന്ന് ആരോട് പറയാതെ ഓടി വന്നാ? അല്ല, പറ എങ്ങനെ വന്നു മലപ്പുറത്തുനിന്ന് പറ, കേക്കട്ടെ. എൻ്റെ അമ്മൻ്റെ വീടാണ് മലപ്പുറം. അപ്പം ഇപ്പം എൻ്റെ വീടാണ് കോഴിക്കോട്. അപ്പം ഇവിടേക്ക് ട്രെയിൻ കയറി വന്നതാണ്. വെക്കേഷൻ അല്ലേ, എല്ലാവരും വരില്ല. അപ്പോൾ ഇവിടെ അടിച്ചു പൊളിക്കാനും വന്നിട്ട് ഇങ്ങോട്ട് വന്നു. അടിപൊളി, മെഡിക്കക്കുട്ടിയാണല്ലോ. പേരെന്താ? ഷിസ. ഏത് ക്ലാസ്സിലാ? 4B. കണ്ട, അതൊക്കെ മറന്നു. വെക്കേഷൻ തുടങ്ങുമ്പോഴേക്കും ഏത് ക്ലാസ്സിലാന്നുള്ള കാര്യമൊക്കെ മറന്നു. അപ്പോൾ പിന്നെ എന്താ, ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ എല്ലാവരും? കോഴിക്കോട് ഫസ്റ്റ് ആണ്. കോഴിക്കോട് ടീം ഫസ്റ്റ് ആണ്. നാലാമത്തെ പ്രാവശ്യമാണ്. എല്ലാം കൊണ്ടും തിരുവനന്തപുരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസ് എന്താ ചെയ്യുന്നത്? ഒരു പാട്ട് പാടാം എല്ലാവരും. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കറി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. സൂപ്പർ, അടിപൊളി. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണ്ടേ? ചുമ്മാ ഗിഫ്റ്റിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലാന്നല്ലേ? ഗിഫ്റ്റ് വേണം. അപ്പൊ ഗിഫ്റ്റ് ഇപ്പോൾ വരുന്നതായിരിക്കും. അതിന് മുമ്പ് ഒരു ചോദ്യം. എല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ? അപ്പോൾ നമ്മൾ ഈ വെളുക്കുന്തോറും വൃത്തികേടാവുന്നൊരു സാധനം എന്താ? വെളുക്കുന്തോറും വൃത്തികേടാകുന്ന ഒരു സാധനം. റബ്ബർ ബാഗ്, കുറച്ചുകൂടെ അടുക്ക്. ഇതിൽ പക്ഷെ എനിക്കാണ് ഗിഫ്റ്റ് വേണ്ടത്. 90% ക്ലൂ ഞാൻ തന്നിട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ബ്ലാക്ക് ബോർഡ് ആണ്. നമ്മൾ ഈ ചോക്ക് കൊണ്ട് എഴുതുന്തോറും അത് വൃത്തിയുടെ വരികയല്ലേ, പിന്നെ ക്ലീൻ ചെയ്താലല്ലേ വൃത്തിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും. ആർക്കാ ഗിഫ്റ്റ്? പാടിയവർക്ക്. എനിക്ക് ഗിഫ്റ്റ് വേണം അല്ലേ? അതിൽ ഗ്രൂപ്പ് ലീഡറിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം 2 അടി കൊടുക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുക. നമ്മളിവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ, സീ യു, ബൈ.